ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 2025 ജനുവരി 1 മുതൽ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിരോധനം ഔദ്യോഗികമായി ദുബൈ നടപ്പിലാക്കി. ദുബൈ കിരീടാവകാശിയും പ്രതിരോധ ഉപപ്രധാനമന്ത്രിയും ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്രമേയമനുസരിച്ച് 2024 ജൂൺ മുതൽ എല്ലാ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ബാഗുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ പുതിയ വിരമിക്കൽ പ്രായം മിനിസ്റ്റേഴ്സ് കൗൺസിൽ യോഗം പ്രഖ്യാപിച്ചു. കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെതാണ് തീരുമാനം. പുതിയ തീരുമാനപ്രകാരം രാജ്യത്തെ സോഷ്യൽ ഇൻഷുറൻസ് നിയമത്തിന് അനുസൃതമായി ജീവനക്കാരുടെ പെൻഷൻ പ്രായം പുരുഷന്മാരുടേത് 55 വയസ്സും സ്ത്രീകളുടേത് 50 വയസ്സുമായാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. പെൻഷൻ പ്രായം പുതുക്കി നിശ്ചയിച്ചതിലൂടെ രാജ്യത്തെ പുതുതലമുറയ്ക്ക് തൊഴിൽ മേഖലകളിൽ പ്രവേശനം എളുപ്പമാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും യോഗം അഭിപ്രായപ്പെട്ടു. സർവീസിൽ 30 വർഷം പൂർത്തിയായവർക്ക് മുഴുവൻ പെൻഷൻ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പുതിയ തീരുമാനമനുസരിച്ച് വിരമിക്കൽ പ്രായമായ ജീവനക്കാരുടെ പട്ടിക സിവിൽ സർവീസ് ബ്യൂറോയ്ക്ക് നൽകുന്നതിന് സാമൂഹിക സുരക്ഷയ്ക്കുള്ള പൊതുസ്ഥാപനത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ വിരമിക്കൽ വേഗത്തിൽ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ ബ്യൂറോയ്ക്ക് മന്ത്രിമാരുടെ കൗൺസിൽ നിർദ്ദേശം നൽകി. കൂടാതെ നിലവിൽ വിവിധ പദ്ധതികളിൽ കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പുരുഷന്മാർക്ക് 55 വയസ്സും സ്ത്രീകൾക്ക് 50 വയസ്സും തികയുന്ന മുറയ്ക്ക് അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും മന്ത്രിമാരുടെ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇങ്ങനെ പിരിച്ചുവിടപ്പെടുന്നവർക്ക് പിന്നീടൊരിക്കലും കരാർ ജോലിയിൽ തിരികെ എടുക്കരുതെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. ഇത്തരം ജോലികളിൽ കൂടുതൽ യുവാക്കൾക്ക് അവസരം നൽകുന്നതിനാണിത്. സിവിൽ സർവീസ് മേധാവി ഡോക്ടർ ഇസാം അൽ റുബയാൻ, സോഷ്യൽ ഇൻഷുറൻസ് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ തുനയാൻ എന്നിവർ യോഗത്തിൽ ഈ നടപടികളെക്കുറിച്ച് വിശദീകരിച്ചു. ഒമാനിൽ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്ററുകളിൽ പ്രവാസികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി. വിദേശികൾക്ക് ഇനി ഈ മേഖലയിൽ പരമാവധി 6% മാത്രമായിരിക്കും തൊഴിലവസരമെന്ന് TRA അധികൃതർ പുറപ്പെടുവിച്ച പുതിയ ഉത്തരവിൽ പറയുന്നു. നിലവിൽ നിശ്ചിത സ്വദേശിവൽക്കരണം പാലിക്കാത്ത കമ്പനികൾക്ക് അത് നടപ്പിലാക്കുന്നതിനായി 8 മാസത്തെ ഗ്രേസ് പീരീഡ് അനുവദിക്കും. ഈ കാലയളവിൽ നടപ്പിൽ വരുത്തുന്ന ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള പദ്ധതി സമർപ്പിക്കണമെന്നും TRA അത് അവലോകനം ചെയ്ത് അംഗീകാരം നൽകുമെന്നും ഉത്തരവിൽ പറയുന്നു. സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രതിമാസ പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും വേണം. ടെലികമ്മ്യൂണിക്കേഷൻസ് മേഖല കൈകാര്യം ചെയ്യുന്നതിൽ സ്വദേശി തൊഴിലാളികളുടെ പങ്ക് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നടപടിയെന്നും ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി പറഞ്ഞു. ഈ രംഗത്ത് പഠനം പൂർത്തിയാക്കുന്ന സ്വദേശികൾക്ക് പരിശീലനം നൽകി തൊഴിലവസരങ്ങളിലേക്ക് പ്രാപ്തരാക്കുന്നതിനും അധികൃതർ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. UAEയുടെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 2024 1,31,000 ഉയർന്നു. 350% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് വർദ്ധിക്കുന്ന സ്വദേശിവൽക്കരണമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 2025 ആദ്യ ക്യാബിനറ്റ് യോഗത്തിലെ 2024 രാജ്യത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. നഫീസ് പ്രോഗ്രാമും അത് നൽകുന്ന ആനുകൂല്യങ്ങളുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും മുഹമ്മദ് കൂട്ടിച്ചേർത്തു. സ്വദേശിവൽക്കരണം 2024 UAE കൈവരിച്ച ശ്രദ്ധേയമായ നിരവധി നേട്ടങ്ങളിൽ ഒന്ന് മാത്രമാണ്. രാജ്യത്തിന്റെ വളർച്ച കാണിക്കുന്ന മറ്റ് സംഭവ വികാസങ്ങളുമുണ്ടെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷിർ ബിസിനസ് പ്ലാറ്റ്ഫോം സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 7 സേവനങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്തിയതായി സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്തു. ഇതുപ്രകാരം എക്സിറ്റ് റീ എൻട്രി വിസ നീട്ടുന്നതിനുള്ള പുതുക്കിയ ഫീസ് 103.5 റിയാലാണ്. റെസിഡൻസി പെർമിറ്റ്, ഫൈനൽ എക്സിറ്റ് എന്നിവ പുതുക്കുന്നതിനുള്ള പുതുക്കിയ ഫീസ് യഥാക്രമം 51.75 റിയാലും 70 റിയാലുമായി നിജപ്പെടുത്തി. സ്പോൺസർ എന്ന പദം ഉപയോഗിക്കരുതെന്നും തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിൽ ദാതാവ് എന്ന് ഉപയോഗിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഇഖാമ നൽകുന്നതിനുള്ള പുതുക്കിയ ഫീസ് 51.75 റിയാലാണ്.
അതേസമയം ഒരു ജീവനക്കാരനെ കുറിച്ച് റിപ്പോർട്ട് അഭ്യർത്ഥിക്കുന്നതിനുള്ള പുതുക്കിയ ഫീസ് 28.75 റിയാലും പ്രവാസികൾക്ക് പാസ്പോർട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് 69 റിയാലും നൽകണം. കഴിഞ്ഞ കാലയളവിൽ അബ്ഷിർ പ്ലാറ്റ്ഫോം നിരവധി പുതിയ സേവനങ്ങൾ അവതരിപ്പിച്ചിരുന്നു. സന്ദർശക വിസയിൽ രാജ്യത്തെത്തിയവരുടെ ഒളിച്ചോട്ടം സംബന്ധിച്ച റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ വിസ നൽകിയ വ്യക്തികളെ പ്രാപ്തരാക്കുന്ന പുതിയ സേവനം അബ്ഷിർ ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചിരുന്നു. ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അബ്ഷിർ പ്ലാറ്റ്ഫോം 5 വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. വ്യവസ്ഥകൾ അനുസരിച്ച് ഹാജരാകാത്തയാളുടെ വിസ വ്യക്തിഗത അല്ലെങ്കിൽ കുടുംബ വിസയായി തരംതിരിക്കുന്ന ഒരു സന്ദർശന വിസയായിരിക്കണം. കൂടാതെ സന്ദർശന വിസ കാലഹരണപ്പെട്ട തീയതി മുതൽ 7 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാം. വിസയുടെ കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയില്ല. കൂടാതെ സന്ദർശന വിസയുടെ നില കാലഹരണപ്പെട്ട ഒന്നായിരിക്കണം. ഓരോ സന്ദർശകനും ഒരു പ്രാവശ്യം മാത്രമേ റിപ്പോർട്ട് നൽകൂ. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അത് റദ്ദാക്കാൻ കഴിയില്ലെന്നും വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. അതേസമയം സ്പോൺസർ എന്ന പദം ഉപയോഗിക്കരുതെന്നും തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിൽ ദാതാവ് എന്ന വാക്ക് ഉപയോഗിക്കണമെന്നും വാണിജ്യ മന്ത്രാലയം രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സിന് അയച്ച കത്തിലാണ് മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശം. തൊഴിലാളി എന്നതിന്റെ നിർവചനം തൊഴിലുടമയുടെ കീഴിൽ വേതനത്തിന് പകരമായി ജോലി ചെയ്യുന്ന വ്യക്തി എന്നാണെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. വാടക വർധനയ്ക്ക് തടയിടാൻ ദുബൈയിൽ സ്മാർട്ട് വാടക സൂചിക നിലവിൽ വന്നു. ഓരോ മേഖലയിലെയും കെട്ടിടങ്ങൾക്ക് ലഭിക്കുന്ന റേറ്റിംഗിന് ആനുപാതികമായിരിക്കും വാടക കൂട്ടാൻ അനുമതി ലഭിക്കുക. പഴയ കെട്ടിടങ്ങൾ കാലോചിതമായി പുതുക്കി പണിതാൽ മാത്രമേ ദുബൈയിൽ ഇനി വാടക കൂട്ടാനാകൂ. ദുബൈ ലാൻഡ് ഡിപ്പാർട്ട്മെന്റാണ് പുതിയ സ്മാർട്ട് വാടക സൂചിക പുറത്തിറക്കിയത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് സൂചിക തയ്യാറാക്കുക. DLDയുടെ മാനദണ്ഡപ്രകാരം ഓരോ പ്രദേശത്തിൻ്റെയും പ്രാധാന്യവും കെട്ടിടത്തിലെ സൗകര്യവും കണക്കിലെടുത്തായിരിക്കും മൂല്യനിർണ്ണയം. ഇത് കെട്ടിട ഉടമകൾക്കും വാടകക്കാർക്കും നിക്ഷേപകർക്കും ഗുണകരമാകും. സ്വതന്ത്ര വ്യാപാര മേഖലയ്ക്ക് അകത്തും പുറത്തുമായി എമിറേറ്റിലെ എല്ലാ കെട്ടിടങ്ങൾക്കും ഇത് ബാധകമാണ്. തുടക്കത്തിൽ താമസ സമുച്ചയങ്ങളെയാണ് തരംതിരിക്കുക. പിന്നീട് വാണിജ്യ കെട്ടിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. നിലവിലെ വാടക കരാർ പുതുക്കുമ്പോഴാണ് പുതിയ നിയമം അനുസരിച്ചുള്ള വാടക പ്രാബല്യത്തിൽ വരിക. കെട്ടിടത്തിന്റെ മൊത്തം വിസ്തീർണവും ശരാശരി വാടകയും പരിഗണിച്ചാണ് വാടക പുനർക്രമീകരിക്കുക. നിലവിലെ ക്രമരഹിത വാടകയാണ് പ്രധാന വെല്ലുവിളി. പുതിയ സൂചിക അനുസരിച്ച് ഓരോ പ്രദേശത്തെയും വാടകയിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. ദുബൈ വാടക വർദ്ധിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഉടമകൾ, നിക്ഷേപകർ, താമസക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും ജീവിത നിലവാരം ഉയർത്താനാണ് ശ്രമിക്കുന്നതെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.